യുഎയിൽ വീണ്ടും കാലാവസ്ഥാ വ്യതിയാനത്തിന് സാധ്യതയെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ദ്വീപുകളിലും മേഘാവൃതമായ കാലാവസ്ഥയും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട്. യുഎയിൽ വീണ്ടും കാലാവസ്ഥാ വ്യതിയാനത്തിന് സാധ്യതയുണ്ടെന്നാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ദ്വീപുകളിലും മേഘാവൃതമായ കാലാവസ്ഥയും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിയതായോ മിതമായതായതോ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. എങ്കിലും താപനിലയിൽ നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ തീരങ്ങളിൽ രാത്രിയോടെ മേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ പൊടിപടലങ്ങൾ ഉയരാനും കാഴ്ചപരിധി കുറയാനുള്ള സാധ്യതയും ഇന്നലെ പ്രവചിച്ചിരുന്നു. കൂടാതെ ഇന്ന് മുതൽ ബുധനാഴ്ച വരെ താപനിലയിൽ നേരിയ കുറവുണ്ടാവുകയും ചിലയിടങ്ങളിൽ മഴ ലഭിക്കുകയും ചെയ്യും. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ വരും ദിവസങ്ങളിൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ചയോടെ കാലാവസ്ഥാ നില മെച്ചപ്പെടുമെങ്കിലും പുലർച്ചെ സമയങ്ങളിൽ മൂടൽമഞ്ഞിനുള്ള സാധ്യതയുമുണ്ട്. യുഎയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് പിന്നിൽ സറയാത്ത് എന്ന പ്രതിഭാസമാണെന്ന് എമിറേറ്റ് ജ്യോതിശാസ്ത്ര സൊസൈറ്റി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വസന്തകാലത്തെ ഈ മാറ്റം കാരണം പെട്ടെന്നുള്ള കാറ്റും ഇടിമിന്നലോട് കൂടിയ മഴയും സാധാരണമാണ്. കഴിഞ്ഞ 80 വർഷത്തെ കാലാവസ്ഥാ റെക്കോർഡുകൾ പരിശോധിച്ചാൽ മാർച്ചിൽ ലഭിച്ച ഏറ്റവും ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായത്. റാസൽ ഖൈമയിൽ ജബൽ യാനസിൽ മാത്രം 244 മില്ലിമീറ്റർ മഴയായിരുന്നു രേഖപ്പെടുത്തിയത്. അജ്മാനിലും അലൈനിലും സമാനമായ രീതിയിൽ കനത്ത മഴയും ലഭിച്ചു. ക്ലൗഡ് സീഡിംഗ് വഴി ഉണ്ടായതാണോ കാലാവസ്ഥ മാറ്റമെന്ന സംശയം മിക്ക ആളുകൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഈ മഴ പൂർണ്ണമായും സ്വാഭാവികമായ ഒരു ന്യൂനമർദ്ദ സംവിധാനത്തിന്റെ ഫലമാണെന്നാണ് വിദഗ്ധരും വ്യക്തമാക്കിയത്. അസ്ഥിരമായ കാലാവസ്ഥാ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മേഘങ്ങൾ രൂപപ്പെടുകയും കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.